ഇവിടെ കുറെ നേരം ഞാൻ കാത്തിരിക്കാണല്ലോ. അവള് വരുന്ന കോളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഹലോ എടി പിങ്കി. ഞാൻ വന്നു. നീ പറഞ്ഞ കക്ഷി എവിടെ? ശല്യമേ അകത്തുണ്ട്, ഞാനായി വിളിക്കാം. ശരി ശരി. എന്താടി? ഇതാ ഞാൻ പറഞ്ഞ കക്ഷി, ആദിഷ്. ഓ, ഈ തടിയനോ? എനിക്ക് കാര്യമായിട്ട് പ്ലാനിങ് ഒന്നും കിട്ടുന്നില്ല. അപ്പം നമുക്ക് ഒരു 2 ഇടിയായിട്ട് വെച്ചെടുത്താലോ? എന്താടി ദേവു? എന്താ നിന്റെ പേര്? ആദിഷ് പി. മോനെ ഇത് പിടി. ഈ പിങ്കിക്ക് കൊടുക്കുമ്പോഴേ സമാധാനാവും. എടി, ആ തടിയും കരഞ്ഞല്ല. അതാ തടീന്റെ സ്ഥിര അടവാ. ദിയ ചേച്ചി ഇവിടെ ഇല്ല. ഞാൻ ദിയ ചേച്ചിനെ ഇവിടെ വന്നതാ. അല്ലടി, ഇവിടെ സ്റ്റേ ചെയ്യാനേ അവന്റെ അമ്മയൊന്നും വന്നില്ലേ? അത് ഞാൻ പറയാൻ വിട്ടടി. അവന് അമ്മയും അച്ഛനും ഇല്ല. എൻ്റെ അമ്മയുടെ അനിയത്തിയായിരുന്നു അവൻ്റെ അമ്മ. അവൻ്റെ അമ്മയും അച്ഛനും ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അവർ ഒരു ഫയൽ എടുക്കാൻ വേണ്ടി നമ്മുടെ വയനാട് ചുരം കയറുമ്പോൾ ഒരു വലിയ ബസ് വന്ന് അവരെ ഇടിച്ച് തെറിപ്പിച്ച്. ആ ആക്സിഡന്റിൽ അവർ മരിച്ചുപോയി. ഇപ്പേ ഞങ്ങളെ മുത്തശ്ശി അവരെ നോക്കുന്നത്. അല്ലാ, ഞാനൊരു എത്തിയും കൊണ്ടാണല്ലേ ഈ നോവിച്ച് വിട്ടത്. എന്നോട് ഇനി പഠിത്താൻ പുറക്കത്തില്ല. അല്ല, ഈ പയച്ച് കാരണം കൊടുക്കുമ്പോഴേ പിങ്കിക്ക് സമാധാനാവും. മോനെ നോവിച്ചു വിട്ടതേ ഒരു യത്തീമിനെ. എടി, ഇസ്ലാമിക ചരിത്രത്തിൽ അമ്മയും അച്ഛനും ഇല്ലാത്തവരെ പറയുന്ന പേരാണ് യത്തീം. ഇന്ത്യ സമൂഹത്തിനെ മടൽ വെട്ടി അടിക്കാത്തതുകൊണ്ടാണ് നീ രക്ഷപ്പെട്ടത്. ഇനി ഇവിടെ കിടന്ന് ചലച്ചാൽ നിന്നെ ഞാൻ കൊല്ലും. ഇങ്ങനെ ഒരു പഹത്തിനാണല്ലോ റഹ്മാനായ റബ്ബെ ഞാൻ ഫ്രണ്ടാക്കി എടുത്തത്. എനിക്കിപ്പോഴാ കാര്യം മനസ്സിലായി. നിന്റെ ചേച്ചി എന്നെ സ്നേഹം കുറഞ്ഞു പോകുന്നു പറഞ്ഞിട്ടല്ലേടി നീ എന്നെ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് അവനെ അടിച്ചതും മഹാബാബി. നീ ആ പേര് വിളിച്ചു പറഞ്ഞത്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ആദി, നീ എന്നോട് പൊറത്തു തരണേടാ. നീ എത്തിയുമാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞേ ഇല്ല. അതൊന്നും കുഴപ്പമില്ല, ഞാൻ പുറത്തു തരാം നിനക്ക്. ഇനി ഇന്നാലേ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സാ, ബെസ്റ്റ് ഫ്രണ്ട്സ്.